ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രയേലിൽ നിന്ന് ഹമാസ് ബന്ധികളാക്കിയ ഒരുപാട് ആളുകൾ ഇന്നും ഹമാസിന്റെ കയ്യിൽ ഭദ്രമാണ്. ആ ബന്ധികൾക്കു വേണ്ടി ഇസ്രയേലിൽ ബന്ധികളുടെ ബന്ധുക്കൾ വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളും നടത്തുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും ഇസ്രയേൽ ഭരണകൂടത്തിനും എതിരായ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രയേലിൽ നടക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതാനും ചില ബന്ധികളുടെ ജീവന് പ്രാധാന്യം കൽപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ ഇസ്രയേൽ എന്ന രാഷ്ട്രമേ ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതിൽ വസ്തുതകളുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം അതൊരു ശരിയാണ്. ഇസ്രയേൽ എന്നാണോ ആയുധം താഴെ വെക്കുന്നത്, പിന്നീട് ഇസ്രയേൽ ഇല്ല. എന്നാണോ ഹമാസ് ആയുധം താഴെ വെക്കുന്നത്, അന്ന് സമാധാനം പുൽകും. ഇപ്പോൾ ഹമാസിന്റെ ഈറ്റില്ലത്തിൽ കയറി ഒന്നൊന്നായി ഇസ്രയേലിൽ നിന്നും ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ധികളായ ആളുകളെ മോചിപ്പിക്കുന്ന തിരക്കിലാണ് ഇസ്രയേൽ. ഒരു ഭാഗത്ത് ബന്ധികളെ മോചിപ്പിക്കണം, കാരണം അവർ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തോടുള്ള വിരോധം തീർക്കുന്നതിനു വേണ്ടിയാണ് ഹമാസ് അവരെ ബന്ധികളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ജീവൻ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് പ്രധാനമാണ്. കാരണം ഇസ്രയേലിലെ ഒരു സൈനികന് വേണ്ടി 1000 ഹമാസ് ഭീകരരെ ജയിലിൽ നിന്ന് തുറന്നുവിട്ട രാഷ്ട്രമാണ് ഇസ്രയേൽ. ഇസ്രയേൽ അത്രയേറെ അവരുടെ രാജ്യത്തിന്റെ ഓരോ പൗരനും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇങ്ങനെ ബന്ധികൾക്കു വേണ്ടി, ബന്ധികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ടണലുകളിൽ എവിടെയാണ് ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് മണത്തറിയാനുള്ള സംവിധാനങ്ങളുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ, വേറൊരു ഭാഗത്ത് ഈജിപ്തിനെ കേന്ദ്രീകരിച്ച് കെയ്റോയിലും മറ്റുമൊക്കെയായി സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കണം. ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്തിരിയണം, വെടിനിർത്തണം. ഗാസയെ പുനഃസൃഷ്ടിക്കപ്പെടണം. ഗാസയെ നിർമ്മാണം നടത്തണം. ഗാസയ്ക്കുമേലുള്ള ഇസ്രയേലിന്റെ ഉപരോധം അവസാനിപ്പിക്കണം. ഗാസയ്ക്ക് ഇസ്രയേൽ അതുവരെ ചെയ്തിരുന്ന എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും, ഇന്ധനവും ഇന്റർനെറ്റും ജോലിയും പണവും വസ്ത്രവും തുടങ്ങിയ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സഹായ സംവിധാനങ്ങളും ഇസ്രയേൽ ചെയ്തു കൊടുക്കണം. ഗാസ വിട്ട് ഇസ്രയേൽ പോകണം. അങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഒരു ചർച്ചയ്ക്കും പാത്രമാകാതെ, സമ്മതിക്കാതെ, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രയേൽ അല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രയേലിലെ സൈനികരാണ്, ഇസ്ലാമിക രാഷ്ട്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടാണ് ഹമാസ് മുന്നോട്ട് വരുന്നത്. വെറും ഒരു ഇസ്രയേൽ മാത്രമല്ല, ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് ഇസ്രയേൽ. ഈ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുക എന്നത് 6-ാം നൂറ്റാണ്ടിൽ ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യമാണ്. ഇനിയും ഒരു ഭാഗത്ത് ചെങ്കടലിൽ ഹൂതികളെ ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വ്യോമമാർഗത്തിലൂടെ മറ്റൊരു രൂപത്തിൽ യുദ്ധം നടക്കുന്നു. കരമാർഗത്തിലൂടെയും ടണൽ മാർഗത്തിലൂടെയും, അങ്ങനെ വിവിധ തലങ്ങളിൽ ഹിസ്ബുള്ള ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കുന്നു. ഹൂതികൾ ചെങ്കടലിൽ ആക്രമിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നു. ഇറാന്റെ സായുധ സംവിധാനം നിലവിലുണ്ട്. അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഹമാസിന്റെ ഈറ്റില്ലങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ബന്ധികളെ കണ്ടുപിടിക്കുകയും ആ ബന്ധിയെ മോചിപ്പിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കൊണ്ടുവിടുകയും ചെയ്യുമ്പോൾ മരണത്തെ മുഖാമുഖം കണ്ടൊരു പക്ഷേ മരിച്ചു എന്ന് തന്നെ പറയാം, എന്നിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണെന്ന് തന്നെ പറയാം. ആ കുടുംബാംഗങ്ങളെ കാണുമ്പോഴുള്ള ആ നിമിഷമുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സൗണ്ടേ ഒന്ന് ഇല്ലാതാക്കട്ടെ.
മരണത്തിലേക്ക് പോയിട്ട് കഴുകന്റെ വായിലേക്കൊക്കെ പോയിട്ട് പിടിച്ചു പറിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെയാണ് ആ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന് ബന്ധുക്കളൊക്കെ ഓടി വരുന്നു. കാരണം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ പിടിച്ചുകൊണ്ടുപോയതാണ് ഈ നിരപരാധികളായ ആളുകളെ. അപ്പോൾ ഇസ്രായേലരെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ബന്ദികളെ വച്ച് വിലപേശി ഒരു രൂപത്തിലും ഇവരുടെ ഒരു തരത്തിലുള്ള ഭീഷണികൾക്കും വഴങ്ങാതെ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയായിരുന്നു ഇസ്രായേലർ ഇറങ്ങി തിരിച്ചത്. ഒടുവിൽ ഒരു ഭാഗത്തുകൂടി യുദ്ധം നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് കോംപ്രമൈസ് ചർച്ചകൾ നടക്കുമ്പോഴും മറുഭാഗത്ത് ബന്ദികളെ എവിടെയാണ് ഹമാസ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് മണത്ത് കണ്ടുപിടിച്ച് അവരുടെ ഈറ്റില്ലത്തിനകത്തു കയറി അവിടം തകർത്ത് ആ ബന്ദികളെ ഓരോരുത്തരെയായി തിരിച്ചു കൊണ്ടുവന്ന് ഇസ്രായേലിൽ കൊണ്ടുവന്ന് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സൈനികർ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. പറയാൻ വാക്കുകളില്ല. നന്ദി.